സവർണാധിപത്യത്തിന്റെ ദൈവങ്ങളെയല്ല കോവിലൻ തന്റെ കൃതികളിലെ സാംസ്കാരിക ബദലുകളാക്കിയതെന്നും കീഴാളരായ അമ്മ ദൈവങ്ങളാണ് അദ്ദേഹത്തിന്റെ ആഖ്യാന ലോകത്തെ പ്രതിരോധത്തിന്റെ അടയാളങ്ങളായതെന്നും കവി ആലങ്കോട് ലീലാകൃഷ്ണൻ കോവിലൻ അനുസ്മരണ സമ്മേളനം കണ്ടാണശ്ശേരിയിലെ കോവിലൻ സ്മൃതി മണ്ഡപത്തിൽ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോവിലിന്റെ കൃതികൾ പഠിക്കണമെങ്കിൽ സമഗ്രമായ വൈജ്ഞാനിക തലങ്ങൾ ആർജിച്ച നിരൂപകർ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. സാംസ്കാരിക നരവംശാസ്ത്രവും സാമൂഹിക ശാസ്ത്രവും നാടോടി വിജ്ഞാനീയവും എല്ലാം അടങ്ങുന്ന വൈജ്ഞാനിക പരിസരത്ത് വെച്ച് മാത്രമേ കോവിലിനെ ശരിക്കും അപഗ്രഥിക്കാനാവൂ എന്ന് ലീലാകൃഷ്ണൻ വ്യക്തമാക്കി. അവർക്കൊന്നും അമ്പലങ്ങളുണ്ടായിരുന്നു. അവരേതെങ്കിലും മരച്ചുവട്ടിലൊക്കെ ഇരിക്കുക. പക്ഷെ പണ്ടത്തെ കാലത്ത് ഓർമ്മയുണ്ടോ ഈ മരച്ചുവട്ടിലിരിക്കുന്ന ദൈവങ്ങൾ, കുങ്കുമച്ചുവട്ടിലെ ദൈവങ്ങൾ? ഈ 46 ദൈവങ്ങൾ കീഴാള ദൈവങ്ങളാണ്. അവർക്ക് ഈ സവർണ ദൈവങ്ങളുമായിട്ട് ബന്ധമില്ലായിരുന്നു. പിന്നെ നമ്മളതിനെ മാറ്റി കരിങ്കുട്ടിയെ ശിവന്റെ പുത്രനാണ്. അങ്ങനെ ഇതിനെ മാറ്റുന്നില്ല, ആ ചരിത്രത്തിനോട് പറയുന്നില്ല, അത് രാഷ്ട്രീയമായിട്ട് ബന്ധപ്പെട്ടതാണ്. അത് പിന്നീട് പക്ഷെ കോവിലൻ ആ ചെറുത്തുനിൽപ്പിന്റെ രാഷ്ട്രീയം കൊണ്ട് സവർണാധിഷ്ഠിതമായ ഒരു വ്യവസ്ഥയെ ചോദ്യം ചെയ്ത കീഴാളനാണ്. അനുസ്മരണ സമ്മേളനത്തിൽ ഡോക്ടർ ആർ സുരേഷ് അധ്യക്ഷനായി. കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MP സജീബ്, വികസനകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ VK ദാസൻ, കോവിലൻ ട്രസ്റ്റ് ചെയർപേഴ്സൺ MJ പൗർണിമ, സെക്രട്ടറി AD ആൻഡു മാസ്റ്റർ, മറ്റു ഭാരവാഹികളായ മേജർ PJ സ്റ്റൈജു, KK ബക്കർ എന്നിവർ സംസാരിച്ചു. തുടർന്ന് നടന്ന വായനാനുഭവ സദസ്സിൽ കോവിലിന്റെ കൃതികളായ തട്ടകത്തെക്കുറിച്ച് ബിജു സൈമണും, ഭരതനെക്കുറിച്ച് മനോഹരൻ വലിയറയും, തോറ്റങ്ങളെക്കുറിച്ച് ധനേഷ് അനന്തനും, റാ എന്ന കഥയെക്കുറിച്ച് സുഭാഷ് P തങ്കനും വായനാനുഭവങ്ങൾ പങ്കുവച്ചു. വിവിധ വിദ്യാലയങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ കോവിലൻ കുടീരത്തിൽ പുഷ്പാർച്ചനയും കഥാർച്ചനയും നടത്തി.